ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ആഗമനകാലം കർത്താവിൻ്റെ വരവിനായി ജാഗരൂകതയോടെയും പ്രാർത്ഥനാ ചൈതന്യത്തോടെയും ഒരുങ്ങുന്ന കാലഘട്ടമാണ്. ഈ ആഗമനകാലത്തിലെ ഒരുക്കങ്ങളിലൂടെ ഒന്നാമതായി ചരിത്രത്തിൽ മനുഷ്യനായി അവതീർണനായ ദിവ്യരക്ഷകനായ യേശുവിൻ്റെ ജനന തിരുനാൾ അർത്ഥവത്തായി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു. രണ്ടാമതായി അവിടുത്തെ മഹത്വപൂർണമായ രണ്ടാം വരവിനായി പ്രാർത്ഥനയോടെയും ജാഗരൂകതയോടെയും കാത്തിരിക്കുന്നു. മൂന്നാമതായി അനുദിനം വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളിലൂടെയും കടന്നു വരുന്ന ദൈവത്തെ സ്വീകരിക്കുവാനായി ഒരുങ്ങുന്നു. ഇന്നത്തെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ഏലിയായുടെ ആഗമനത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗമാണ്. ശിഷ്യർ യേശുവിനോട് ചോദിക്കുന്നു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ തുടർന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു ശിഷ്യരോട് പറഞ്ഞു, മലയിൽ സംഭവിച്ച കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ ആരോടും പറയരുത്, രഹസ്യമാക്കി വയ്ക്കണം. കാരണം യേശു ശിഷ്യർക്ക് വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും ഉയർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. രക്ഷകൻ്റെ വരവിന് മുമ്പ് ഏലിയ പ്രവാചകൻ വരണമെന്ന യഹൂദരുടെ പ്രതീക്ഷ യേശുവിൻ്റെ ശിഷ്യർ യേശുവിൻ്റെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? പ്രവാചക പാരമ്പര്യത്തിൽ രക്ഷകൻ്റെ വരവിന് മുമ്പ് ഏലിയ പ്രത്യക്ഷപ്പെടുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. സാധാരണക്കാരെ പോലെയല്ല, മരിച്ച് മൺമറഞ്ഞ വ്യക്തിയല്ല ഏലിയ. സ്വർഗത്തിലേക്ക് ആഗ്നേയ രഥങ്ങളാലും ആഗ്നേയ അശ്വങ്ങളാലും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടവനാണ് ഏലിയ. ഒരുപക്ഷെ ഈ സവിശേഷതയെ ചുറ്റിപ്പറ്റിയുണ്ടായ പാരമ്പര്യമാകാം ഏലിയ വീണ്ടും വരുമെന്ന ചിന്ത. മലാക്കി പ്രവാചക പുസ്തകം 4:5 പറയുന്നു, കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഈ പ്രവാചക പാരമ്പര്യമാകാം ഏലിയ വീണ്ടും വരുമെന്ന വിശ്വാസത്തിന് ആധാരം. ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്താ എന്ന ശിഷ്യരുടെ ചോദ്യത്തിന് മറുപടിയായി യേശു സ്നാപക യോഹന്നാനെക്കുറിച്ച് വിശദീകരിക്കാൻ ലഭിച്ച അവസരം ഉപയോഗിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്നാമതായി ഏലിയായും സ്നാപകനും തമ്മിലുള്ള രക്ഷാകര ചരിത്രത്തിലുള്ള ബന്ധം. രണ്ടാമതായി സ്നാപകൻ്റെയും യേശുവിൻ്റെയും അന്ത്യം തമ്മിലുള്ള സാമ്യം. ഏലിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ദൈവം എന്നാണ്. BC 860 മുതൽ 852 വരെയാണ് ഏലിയ പ്രവാചകൻ ദൗത്യം നിർവഹിച്ച കാലഘട്ടം. ഈ കാലഘട്ടമാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ആഹാബ്, ആഹാസ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടം. തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 1-ാം രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം മുതൽ 2-ാം രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വരെയും പ്രഭാഷകൻ പുസ്തകം 48-ാം അധ്യായത്തിലും ഏലിയായുടെ പ്രവർത്തന തീക്ഷ്ണതയെക്കുറിച്ച് വായിക്കുവാൻ കഴിയും. ശിഷ്യരുടെ ചോദ്യത്തിന് യേശു പ്രത്യുത്തരം നൽകിയത് ഇപ്രകാരമാണ്, ഏലിയ വന്നു കഴിഞ്ഞുവെന്നും യഹൂദർ അത് മനസ്സിലാക്കാതെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്തുവെന്നും യേശു വ്യക്തമാക്കുന്നു. ഇത് പറയുമ്പോൾ ഹെറോദ് സ്നാപകൻ്റെ ശിരച്ഛേദനം ചെയ്യിച്ച കാര്യമാണ് യേശു അനുസ്മരിപ്പിക്കുക. യേശുവിൻ്റെ അന്ത്യം യോഹന്നാൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയില്ല എന്ന സൂചനയും ഇവിടെ നൽകുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളിൽ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ സഖറിയായെ അറിയിക്കുമ്പോൾ ഏലിയായും യോഹന്നാനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഒരേ ദൗത്യം നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഏലിയായും സ്നാപക യോഹന്നാനും. അവരുടെ ദൗത്യം കർത്താവിൻ്റെ വരവിന് ജനത്തെ ഒരുക്കുക എന്നതാണ്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കാൻ അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും.
ഇതേ ദൗത്യം തന്നെയാണ് സ്നാപക യോഹന്നാനും നിർവഹിച്ചത്. ലൂക്കായുടെ സുവിശേഷം 1-17 നാം ഇപ്രകാരം വായിക്കുന്നു: പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ഈ ബന്ധം വ്യക്തമാക്കിക്കൊണ്ട് യേശു സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിലെ ഏലിയ ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യരുടെ സംശയം ദൂരീകരിച്ചുകൊണ്ട് എപ്രകാരമാണ് ദൈവിക പരിപാലനയിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട കാര്യങ്ങൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തുന്നു. ഈ ആഗമനകാലത്ത് ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും വന്ന സ്നാപക യോഹന്നാനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരിക. കർത്താവിൻ്റെ വരവിനായി ജനത്തെ ഒരുക്കുവാൻ വന്ന മരുഭൂമിയിലെ ശബ്ദമായ സ്നാപകൻ്റെ സ്വരം ശ്രവിച്ച് മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് രക്ഷകൻ്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.